ഹേയ് ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഇന്നലെ വെളുപ്പിനെ എത്തിയിട്ടല്ലേ ഞാൻ കിടന്നുറങ്ങിയത്, ഞാൻ കൊണ്ടമാനം കിടന്നുറങ്ങി കാണുന്നു ഗൈസ്. ആക്ച്വലി സത്യം പറയുകയാണെങ്കിൽ കൃത്യം 10:30 ആയപ്പോൾ എനിക്ക് നന്ദുവിന്റെ കോള് വന്ന് നമ്മളവിടെ മീറ്റിങ്ങും കാര്യങ്ങളും, നമ്മുടെ കല്യാണ ആനുബന്ധികമായിട്ടുള്ള മീറ്റിംഗ്, ഇവന്റുകാര്, ബൗൺസേഴ്സിന്റെ ആൾക്കാർ, അങ്ങനെയുള്ള സെറ്റപ്പുകളൊക്കെ അന്നിങ്ങനെ ഇന്ന് ഫുൾ ഡേ ഒരു 10 മണിക്ക് തുടങ്ങി ഇപ്പോൾ രാത്രി 6-7 മണി വരെ അതിന്റെ പുറകെ തന്നെ ആയിരുന്നു. എന്നിട്ട് ഇപ്പോ മണി രാത്രി 8:10. അച്ഛാ 8:10 അച്ഛാ പത്രം വായിക്കണത്? രാവിലെ മുതൽ ഓട്ടോ അല്ലേ? അച്ഛാ ഇന്നുണ്ടല്ലോ നമുക്ക് നമ്മുടെ ഓഡിയൻസിനെ ഗൈസ്, ഞാൻ സത്യം പറഞ്ഞല്ലോ, രാവിലെ വന്ന് ഇവർ ഇതൊക്കെ കാണിച്ചപ്പോൾ ഉറക്കപ്പിച്ചിലായിരുന്നെങ്കിലും ഗൈസ് ഭീകരം ചേഞ്ച് കേട്ടോ. ഈ ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നത് ഇപ്പൊ പുതിയ പെയിന്റ് ആണ് ഇപ്പൊ അടിച്ചേക്കുന്നത്. ഈ വാതിലില് വരെയൊക്കെ പുതിയ പെയിന്റ് ആണ് അടിച്ചേക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ രണ്ടുപേരുടെ റൂമിലും എന്ന് പറഞ്ഞാൽ ഇവിടെ അകത്ത് കയറി 2 റൂമിലും അടുക്കളയിലും ഭീമാകാരമായ ചേഞ്ചും ഭയങ്കര ഓർഗനൈസ്ഡും വൃത്തിക്കും ആക്കി ഗൈസ്. ഇത് ആരുടെ കാലി കിടന്ന് നക്കണത്? എടി നക്കി പാച്ചി, നീ എന്തിനടി ചുമ്മാ നക്കണത്? നോയിക്കോണേ, വെറുതെ ഇരിക്കുകയാണ്. ഓക്കെ പോയി 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 കണ്ട എടി നിനക്ക് നക്ക. ഇതായിരുന്നു പറ, വ്ളോഗിന്റെ അടുത്ത് ഹായ് പറ. വ്ളോഗിന്റെ അടുത്ത് ഹായ് പറഞ്ഞു. ഓക്കെ അച്ഛാ, ഹോം ടൂർ അച്ഛാ ചേഞ്ചസ് കാണിച്ചാ? ഒരു ചേഞ്ചസും റിമാർക്കബിൾ ആയില്ല, പക്ഷെ ഓർഡറിൽ അടുക്കി വെച്ചതേ ഉള്ളൂ. അതെ, വൃത്തിയായ ഓർഡറിൽ അടുക്കി വെച്ചു. പിന്നെ ആ ചേഞ്ച് ഉണ്ട് ആക്ച്വലി. ഞാൻ കാണിച്ചു തരാം കൈസ്, അകത്തോട്ട് കയറട്ടെ. ഇതാണ് ബേസിക്കലി പണ്ടത്തെ എൻ്റെ റൂം, ഇപ്പോഴത്തെ അച്ഛൻ്റെ റൂം. ഇവിടെ കംപ്ലീറ്റ് പുതിയ പെയിന്റ് അടിച്ചേ. എന്നിട്ട് ഇവിടെ നിങ്ങൾ പണ്ടൊരു ഇതുണ്ടായിരുന്നല്ലോ, ചുമരിലല്ല, ഇവിടെ ഒരു ടേബിൾ ഫാൻ ഉണ്ടായിരുന്നല്ലോ, ആ ടേബിൾ ഫാൻ എടുത്ത് കളഞ്ഞ്. എന്നിട്ട് ആ ഫാൻ എവിടെ വെച്ചാ? വാൾ ഫാൻ നോക്ക് ഗൈസ്, ചെടുത്ത് നേരെ ചുമരിൽ കയറ്റിയത്. പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന മറ്റേ മുതുക്ക് ടേബിളും എല്ലാം എടുത്ത് കളഞ്ഞപ്പോ ഇവിടെ അത്യാവശ്യം നല്ല സ്പേസ് ആയി. എന്നിട്ട് ഇവിടെ ഒരു ഇതിവിടെ ഉണ്ടായിരുന്നല്ലേ സാർ? പഴയ റേഡിയോ സ്റ്റാൻഡാണ്. എന്നിട്ട് ഇവിടെ കംപ്ലീറ്റ് അകത്ത് പെയിന്റ് അടിച്ചു. അച്ഛാ ഇവിടെ ഒരു മറ്റേ ഓട്ടോ ഉണ്ടായിരുന്ന എന്ത് വെച്ചാ? വിദഗ്ധമായി അടച്ചു. പണ്ടത്തെ ഒരു കഥ പറഞ്ഞു കൊടുക്കട്ടാ. പണ്ടുണ്ടല്ലോ ഗൈസ്, എന്റെ അച്ചാച്ചന്റെ റൂം ഇതിന്റെ അപ്പുറത്തായിരുന്നു. അപ്പൊ ഇതിനകത്ത് ഒരു ഓട്ടയുണ്ട്. ഇവിടെ ആയിരുന്നു എന്റെ ആദ്യത്തെ കമ്പ്യൂട്ടർ സിസ്റ്റം വെച്ചിരുന്നത്. അപ്പൊ ഞാൻ കുറെ മണിക്കൂറുകൾ ഈ റൂമിനകത്ത് കയറി കഥ കടച്ചിരിക്കാറുണ്ടായിരുന്നു. ബേസിക്കലി ഒരു ആ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ എന്താ അച്ഛാ ചെയ്യുന്നത്? പിള്ളേർക്ക് ഒരു ആകാംക്ഷയല്ലേ? അതെ അതെ, ഞാൻ പല തരത്തിലുള്ള എക്സ്പ്ലോറേഷൻ നടത്തിയിട്ടുണ്ട് സുഹൃത്തുക്കളെ. അപ്പൊ അതായത് ബേസിക്കലി ഞാൻ കാണുമായിരുന്നു ഇതിന്റെ അകത്ത് ഇരുന്നിട്ട്. ഒരു ദിവസം ഞാൻ കണ്ടിട്ട് നോക്കിയപ്പോ ഇവിടെ ഒരു കണ്ണ്. ആരുടെ കണ്ണ്? അച്ചാച്ചന്റെ കണ്ണ്. എന്റെ ഉയിരെടുത്ത് ഗൈസ്, ഞാൻ സീക്രട്ട് ഏജന്റ് ആയിരുന്നു തോന്നുന്നു. അച്ചാച്ചൻ എന്നെ പൊക്കി. അന്ന് ഞാൻ ഇവിടെ ഒരു കർട്ടൻ മേടിച്ചിട്ട് അതിനുശേഷം പിന്നെ ഒരു ദിവസം കഴിഞ്ഞ് ഇവിടെ ഒരു സ്ലേറ്റ് വെച്ച് ഞാൻ ആണി അടിച്ച് ഒട്ടിച്ച് വെച്ച്. അച്ചാച്ചൻ ഇപ്പൊ ഇല്ല, ഹീസ് നോ മോർ. ബട്ട് എന്നെ ആദ്യമായിട്ട് ഇങ്ങനെയുള്ള കാര്യത്തിൽ പൊക്കിയ ആൾക്കാരിലുള്ള അച്ചാച്ചനാണ്. അച്ഛൻ എന്നെ പൊക്കിയ ഓർമ്മയുണ്ട് അച്ഛൻ? അത് ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ 8ാം ക്ലാസ്സിൽ 9ാം ക്ലാസ്സിലായിരുന്ന സമയത്ത്. ഓർമ്മയുണ്ട് അച്ഛന്? അച്ഛന് ഓർമ്മ കാണൂല, കാരണം ഞാനാണല്ലോ പുഴുത്തത്. ഞാൻ ആ കഥ കൊണ്ട് ചെറുതായിട്ട് പറഞ്ഞുതരാം. അപ്പോ ഈ എത്ര വയസ്സായിരുന്നു വെച്ചാൽ 9ാം ക്ലാസ്സിലാകുമ്പോൾ എത്ര വയസ്സാണ്? 13 വയസ്സുള്ളപ്പോഴൊക്കെയാണ് ഈ എന്ന് പറഞ്ഞാൽ അന്ന് നമുക്ക് ഈ മാസ്റ്റർബേഷനൊക്കെ എന്താണെന്ന് അറിഞ്ഞുകൂടാ. നമ്മളിങ്ങനെ അറിഞ്ഞു വരുന്ന പ്രായമായിരുന്നു. അപ്പൊ ഞാനാണെങ്കിൽ ഇന്റർനെറ്റ് എടുത്തിട്ട് വാട്ട് ഈസ് മാസ്റ്റർബേഷൻ, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മാസ്റ്റർബേഷൻ, ഹൗ ടു മാസ്റ്റർബേറ്റ് ചുമ്മാ അടിച്ച് സെർച്ച് ചെയ്ത് നോക്കി. ക്യൂരിയോസിറ്റി ഗൈസ്. പക്ഷെ എനിക്കന്ന് അറിഞ്ഞുകൂടാത്ത പ്രശ്നം, അന്ന് കമ്പ്യൂട്ടർ കിട്ടിയതേ ഉള്ളൂ. ഈ ഇന്റർനെറ്റിന് ഹിസ്റ്ററി എന്ന് പറഞ്ഞൊരു സാധനം ഉള്ളതായിട്ട് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ഗൈസ്. എന്റെ അച്ഛൻ അതിവിദഗ്ധമായി എന്റെ ഹിസ്റ്ററി മൊത്തം പോക്കി. എന്നിട്ട് ഒരു ദിവസം ഞാൻ ഇവിടെ റൂമിൽ കമ്പ്യൂട്ടറിൽ ഇരുന്നപ്പോൾ അച്ഛൻ നൈസ് ഐ ഡി വന്നിരുന്നു ഇവിടെ. എന്നിട്ട് അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞ്, എടാ ഉണ്ണി, ഞാൻ വെച്ചാൽ എന്താ വെച്ചാ, ഞങ്ങൾക്കൊക്കെ ഒരു ഒറ്റ തരത്തിലുള്ള മാസ്റ്റർബേഷനെ അറിയാവൂ, നിനക്ക് എത്ര തരത്തിലുള്ള അറിയാവുന്ന? അച്ഛാ അന്ന് പുഴുത്തേന് കയ്യും കണക്കില്ല അച്ഛാ. ഞാൻ നീ അതിന്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയപ്പോ നീ അതിൽ റിസർച്ച് ചെയ്തേക്കാൻ നീ കണ്ടു. സാധാരണ ഈ പ്രായത്തിലുള്ള പിള്ളേര് ചെയ്യാറുണ്ട്. അത് ഒരു തെറ്റെന്ന് പറയാൻ, ഒരു ബയോളജിക്കൽ നീഡ്, പിന്നെ നിങ്ങൾക്ക് ഒരു ആകാംക്ഷയാണല്ലോ, അതൊരു തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഒന്നും എപ്പോഴും പറയുന്നത് പോലെയാണ്, ഒന്നും ഓവറാവാതിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യത്തിന് നല്ലത്. അതെ. എന്നിട്ടാണ് ഗൈസ്, അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ്. അച്ഛൻ എന്നെ പിടിച്ചിരുത്തിയിട്ട് കംപ്ലീറ്റ് ഒരു സെക്സഡ് ക്ലാസ് തന്നു. അതായത് ഓരോന്ന് എന്തൊക്കെയാണ്, ഏതൊക്കെയാണ്, ഇപ്പോൾ വെജൈന ആയാലും പീനസ് ആയാലും അങ്ങനെയുള്ള അതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ക്ലാസ്. എന്താണ് കോണ്ടം എന്നൊക്കെ അച്ഛൻ്റെ വായിന്നാണ് ഞാൻ ആദ്യമായിട്ട് അറിയുന്നത്. അങ്ങനെ കംപ്ലീറ്റ് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ അച്ഛാ പ്രൗഡ് ഓഫ് യു അച്ഛാ. ഇപ്പോഴത്തെ പാരന്റ്സ് പോലും പിള്ളേരുമായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാനായിട്ട് മടിക്കും. ശരിക്ക് ഒരു സെക്സ് എഡ്യൂക്കേഷൻ നമ്മുടെ കരിക്കുലത്തിന്റെ ഭാഗമായിട്ട് വേണം. കാര്യം പലപ്പോഴും കുട്ടികൾ തെറ്റിദ്ധരിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊക്കെ ചെയ്യുന്ന പല ഈ പോൺ സീരീസും പോൺ സിനിമയൊക്കെ കണ്ടിട്ട് അതാണ് യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെന്ന്
പലപ്പോഴും തെറ്റിദ്ധരിച്ച് നിങ്ങൾ പ്രവർത്തിക്കാറുണ്ട്. അപ്പൊ അതിന് ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യം കൂടിയാണ്. അത് രക്ഷകർത്താക്കൾ ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. കാര്യം വഴിതെറ്റി പോകാതെ കുട്ടികൾ യാഥാർത്ഥ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നത് ഒരു പരിധി വരെ നല്ലത് തന്നെയാണ്. അതെ. അപ്പോൾ അന്ന് പറഞ്ഞു തന്നപ്പോൾ എനിക്ക് പിന്നെ ആരെന്ത് മിസ്കൺസെപ്ഷൻസ് പറഞ്ഞു തന്നാലും അല്ലെങ്കിൽ മിത്ത് പറഞ്ഞു തന്നാലും എനിക്കറിയാം ഇത് അങ്ങനെ അല്ലടാ, കറക്റ്റ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു കേസ്. അങ്ങനെ ഞാൻ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനാണെന്ന് സെക്സ് ഗുരു അല്ലേ, അങ്ങനെയല്ല, ഇതിനെക്കുറിച്ചൊക്കെ നോളജ് ഉള്ള ആള് ക്ലാസ്സിൽ ഇപ്പോൾ പയ്യന്മാർ ചോദിച്ചാലും വെച്ചാൽ എനിക്ക് ആധികാരികമായി പറഞ്ഞു കൊടുക്കാൻ പറ്റുമായിരുന്നു. ശരിയായ രീതിയിലുള്ള കാര്യങ്ങൾ, ഈ ഫോണിലൊക്കെ ഒരുപാട് എക്സാഗറേറ്റേഷൻ ഉള്ള കാര്യങ്ങൾ. പല രക്ഷകർത്താക്കളും കരുതുന്നത് ഇതൊക്കെ സംസാരിക്കുന്നതും പറയുന്നതും ഒക്കെ തെറ്റാണ്, കുട്ടികൾ വഴിതെറ്റി പോകും. ശരിക്കും അങ്ങനെയല്ല. കുട്ടികൾ വഴിതെറ്റി പോകുന്നത് തെറ്റിദ്ധാരണ മൂലമാണ് കുട്ടികൾ വഴിതെറ്റി പോകുന്നത്. അപ്പോൾ ശരിയായ ധാരണ നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് രക്ഷകർത്താക്കളുടെയും ഒരു ചുമതല തന്നെയാണ്. അത് കാലങ്ങൾ അനുസരിച്ചാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ വളരെ ചെറിയ കുട്ടിക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. കുട്ടികളിങ്ങനെ മെച്ചുറായി വരുന്ന സമയത്ത് അവരുടെ ശാരീരികമായ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അച്ഛനും അമ്മയും പെൺകുട്ടികളും ആൺകുട്ടികൾക്കും വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കണം. അത് ഒരു പരിധി വരെ അവരുടെ ജീവിതം സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് സഹായിക്കും. അതെ. അച്ഛാ ഒരു സംശയം കൂടെ അച്ഛാ, ഇതൊരു സംശയമാണ്. ഇപ്പോൾ ഒരുപാട് കുഞ്ഞു കുട്ടികളായാലും ഒരു 2, 3, 4, 5, 6 വയസ്സിലുള്ള പിള്ളേരാണെങ്കിൽ പോലും അവരറിയാതെ പല മീഡിയം, സോഷ്യൽ മീഡിയം, ഒരുപാട് മീഡിയംസ് ഉണ്ടല്ലോ, അവരിതിന് എക്സ്പോസ്ഡ് ആവുകയാണ്. അപ്പോൾ അവർ ഇങ്ങനെയുള്ളൊരു കാര്യം കേട്ടെന്ന് വെച്ചോ, അത് വന്ന് പാരൻസിൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അവരത് എങ്ങനെ റെസ്പോണ്ട് ചെയ്യണം? അവർ വളരെ കൂളായിട്ട് വളരെ പക്വതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. കുട്ടികളോട് ദേഷ്യപ്പെടാതെ അല്ലെ കുട്ടികളെ വഴക്ക് പറയാതെ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് അവർക്ക് വ്യക്തമായ ഭാഷയിൽ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ കുട്ടികൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം ഉണ്ടാകും. അങ്ങനെ വരുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധാരണ വരുത്തുന്ന കാര്യങ്ങൾ പറയുമ്പോൾ കുട്ടികൾക്ക് അങ്ങനെയല്ലല്ലോ, ശരിയായ കാര്യം ഇതാണല്ലോ എന്ന് മനസ്സിലാക്കിയിട്ട് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങനെ കുട്ടികൾ വഴിതെറ്റില്ല. അതെ, അത് കറക്റ്റ് കാര്യമാണ് കേസ്. ഓക്കെ, നമുക്ക് നമ്മുടെ ഹോം ടൂർ കണ്ടിന്യൂ. നമ്മൾ കാട് കയറി പോകുന്നു സുഹൃത്തുക്കളെ. അച്ഛാ, ഇനി അടുത്ത് ഈ പാവ ആരുടെ അമ്മയുടെ ആണെന്ന് തോന്നുന്നു. ഇത് അമ്മയ്ക്ക് പാവ കുട്ടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഇത് അമ്മയുടെ ബാർബി ഡോളാണ്. ഇത് പണ്ട് ഞാൻ കഴുത്തിട്ടോണ്ടിരുന്ന ഒരു മാലയാണ്. ഇതൊക്കെ എന്ന് വെച്ചാൽ കളയാത്ത ഇതൊക്കെ നൊസ്റ്റു ആണല്ലേ. ഇതൊക്കെ അമ്മയുടെ കുടുക്കുകളാണ് സുഹൃത്തുക്കളെ. അതെ, അമ്മയ്ക്ക് ഇങ്ങനെയുള്ള പല പരിപാടി, അയ്യോ ചെറിയ ചെറിയ സാധനങ്ങൾ കിട്ടുന്നതൊക്കെ അമ്മ ഇതിന്റെ അകത്തൊക്കെ പറയിക്കൊണ്ടെടുക്കുക. എന്നിട്ട് അതെ, അതൊരു ഇത്. പിന്നെ ഇത് ഞാനാണ് സുഹൃത്തുക്കളെ, ഞാൻ പണ്ട് കാണിച്ചതിട്ടുള്ള ഞാൻ തന്നെയാണ്. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെയാണ് ഇരുന്നത്, കണ്ടോ? നിനക്ക് 4 വയസ്സായപ്പോ ഉള്ളതാണ് ആ ഫോട്ടോ അല്ലേ. ഇവിടെ നിന്നുള്ള വ്യൂ ഇങ്ങനെയാണ്. 3 വയസ്സായപ്പോ അമ്മ എന്റെ കാലാ കുഴപ്പമില്ല. ഇത് ഞാൻ 3 വയസ്സായപ്പോ ഇങ്ങനെയാണ് കേസ് ഇരുന്നത്. ഇത് എവിടെയാണ് ഇരിക്കണേന്ന് അറിയാവോ? ചാന്തമ്മയുടെ വീട്ടിൽ നമ്മൾ പോയ ഓർമ്മ ഉണ്ടാ കേസ്? മറ്റേ പല്ല് എടുത്ത എന്റെ അമ്മുമ്മ ചാന്തമ്മ, അമ്മച്ചിയുടെ അനിയത്തി, ആ ചാന്തമ്മയുടെ വീട്ടിന്റെ വരാന്തയിൽ ഇരുന്നപ്പോ എടുത്ത ഫോട്ടോയാണ് ഇത്. അല്ലേ ചാ? അവിടെ ഇരുന്ന് എടുത്ത ഫോട്ടോ എനിക്ക് നല്ല ഓർമ്മയുണ്ട്. നല്ല ഓർമ്മയല്ല, എനിക്ക് ഓർമ്മയുണ്ട്, വെയ്ഗായിട്ടാണെങ്കിലും എനിക്ക് ഓർമ്മയുണ്ട്. ആ, ഡൽഹിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഡ്രസ്സാണത്. അതെ 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 അതെ, ഫിറ്റ് ചെയ്ത് നീ അങ്ങനെ അടിപൊളിയായിട്ട് ഇരിക്കുകയാണ്. നീ ശരിക്ക് ഈ ഫോട്ടോ എടുക്കുമ്പോ നീ അറിഞ്ഞില്ല ഫോട്ടോ എടുക്കുന്നത്, കാൻഡിഡ് ആയിട്ട് പോയല്ലേ, വളരെ സ്വാഭാവികമായിട്ട് കിട്ടിയതൊരു ഫോട്ടോയാണ്. ഓക്കെ. പിന്നെ ഈ അലമാരക്ക് പെയിന്റ് അടിച്ച് ഇല്ല, പെയിന്റ് അടിച്ച് അത് വൃത്തിയാക്കി. ഇതിന് പെയിന്റ് അടിച്ചില്ലല്ലേ? അല്ല, ഇത് പുതിയതല്ലേ, പുതിയ അലമാരയാണ്. ഓക്കെ. ഈ റൂമിനകത്തൊക്കെ സ്ഥലമില്ല എന്നുള്ളൊരിത് മാത്രമല്ല. അച്ഛാ, പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ എന്തുകൊണ്ട് മേളിൽ ജിപ്സം ബോർഡ് ചെയ്യേണ്ട, അല്ലെ തട്ടടിക്കണ്ട? ജിപ്സം ബോർഡ് എന്ന് കഴിഞ്ഞാൽ അത് കംപ്ലീറ്റ് നമുക്ക് ക്ലോസ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ ഷീറ്റിന്റെ ഇടയിൽ ചെറിയ ഒരു ക്യാവിറ്റി ഉണ്ട്, അതുവഴി എലി അകത്ത് കയറി, പിന്നെ എലി ചത്തു കഴിഞ്ഞാൽ അത് പെറ്റുപെരിയാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഓപ്പൺ ആയിട്ട് ഇട്ടേക്കുന്നത്. ഓക്കെ ഓക്കെ. പക്ഷെ പണ്ട് ഈ വീട്ടിൽ തട്ടുണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. തീ പിടിച്ചപ്പോ എടുത്ത് കളഞ്ഞു. ഒരു പ്രാവശ്യം കഴിച്ച് ഞങ്ങളുടെ വീട്ടിൽ ഇടി വീണു, ലിറ്ററൽ ഇടി. നമ്മള് ഓക്കെ, ഇനി ഇവിടെ നിന്ന് നമുക്ക് അടുത്ത റൂമിലോട്ട് പോകാം. ഇതാണ് അച്ഛൻ്റെ അമ്മയുടെ റൂം. ഇത് കോമൺ ആയിട്ടുള്ള റൂമാണ്. ഇതായിരുന്നു പണ്ടത്തെ എൻ്റെ റൂം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ നടന്ന് കയറി കഴിഞ്ഞാൽ അമ്മ നമ്മൾ ടൂർ കൊടുക്കാനായിട്ടിരിക്കണ ഇവിടെ. ഇവിടെയും ഒരു സീലിംഗ് അല്ല, ഒരു ടേബിൾ മൗണ്ടഡ് ഫാൻ വെച്ച്, എന്താ വെച്ചാ വാൾ മൗണ്ടഡ് ഫാൻ വെച്ച്. ഇതെന്തോ അമ്മ 2 കൊതുകുകൾ ഇവിടെ കിടന്ന് കറങ്ങണ അമ്മയുടെ ചുറ്റും. അമ്മ ഇതൊക്കെ എവിടെ നമ്മൾ നിന്റെ റൂമിലിരുന്നില്ലേ, അതിനെ എവിടെ പൊക്കിയതാണ്, അടിച്ചു മാറ്റിയില്ല അമ്മ. ഇതൊക്കെ എനിക്ക് പിള്ളേർ അയച്ചതാണ് കേട്ടോ. ഇവിടെ പെണ്ണ് കാണാൻ ചെല്ലുന്ന സമയത്ത് ഇവള് ചെടി അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ വീട് അലങ്കരിക്കാനും ഇവള് മിടിക്കുകയാണ്. പക്ഷെ നമ്മളെ അന്ന് ഇവിടുത്തെ സാഹചര്യത്തിൽ അതൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ അവൾ ഇതെല്ലാം
ആഗ്രഹങ്ങളൊക്കെ അല്ല റീക്രിയേറ്റ് ചെയ്യണം. ആഗ്രഹം അന്നുണ്ട് ആഗ്രഹങ്ങൾ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. എടാ നമ്മള് ഏത് പരിസ്ഥിതിയിൽ ജീവിച്ചിരുന്നാലും നമ്മളായിരുന്നാൽ മാത്രം മതി. മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി നമ്മളൊന്നും ചെയ്യണ്ട. എന്താണോ അതങ്ങോട്ട് മുന്നോട്ട് പോവുക. പിന്നെ നമുക്കുള്ള എല്ലാ കാര്യങ്ങളും എല്ലാവരോടും എക്സ്പോസ് ചെയ്യേണ്ട കാര്യവും ഇല്ല. അറിയേണ്ട കാര്യങ്ങൾ അറിയിക്കുക. അത് വെച്ച് അവർ ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ ആ ഇവാലുവേഷൻ അവർക്ക് തൃപ്തികരമാണെങ്കിൽ നമുക്ക് സന്തോഷം. അവർക്ക് തൃപ്തികരമല്ലെങ്കിൽ അതും നമുക്ക് സന്തോഷം തന്നെയാണ്. എന്തായാലും നമുക്ക് സന്തോഷം. അമ്മയുടെ മുടിയൊക്കെ ഫ്രണ്ടിലോട്ട് കിടക്കുന്നു. ഈ ഫാനിന്റെ മൂട്ടി വന്നിരുന്ന പിന്നെ ഇതെങ്ങനെ ഓഫാക്കും? ഇത് കഴിഞ്ഞിട്ടിടാം. 5 മിനിറ്റ് അമ്മയ്ക്ക് ചൂടെടുക്കാൻ പറ്റൂലേ? പിന്നെ നിന്റെ റൂമിൽ കിടന്ന 2 കട്ടൻ അവള് പൊക്കി. അയ്യോ ശരിയാണ്, ഇത് എന്റെ റൂമിൽ കിടന്ന കട്ടൻ അല്ലേ? ഇല്ലല്ലേ? അപ്പുറത്ത് ആക്ച്വലി സെറ്റ് ആവാറ്. ഇനി എത്ര ദിവസം കൊണ്ട് എടുക്കും? കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോ 1.5 ആഴ്ച എന്ന് പറഞ്ഞു. നമുക്ക് ബാക്കി എപ്പോക്സി അടിച്ചു കഴിഞ്ഞു. ബാത്റൂമിലും നമ്മുടെ സോപാനത്തിലും അടിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത് വേണ്ടത് നമുക്ക് ബാത്റൂമിലെ ഫിറ്റിംഗ്സ് ആണ്. ബാത്റൂം ഫിറ്റിംഗ്സ് അതുകൂടെ വെച്ച് കഴിഞ്ഞാൽ കഴിയും. പിന്നെ നിന്റെ ഡ്രസ് റൂമിനകത്ത് ഒരു ചെറിയ പെയിന്റിംഗ് ഉണ്ട്. പെയിന്റിംഗ് തറയില് മറ്റേ ഫ്ലോർ മാറ്റ് ഒട്ടിക്കണം. അത്രയും കൂടെ സെറ്റ്. അപ്പൊ അതുകൂടെ കഴിഞ്ഞിട്ട് ഞാൻ അപ്പുറം കാണിച്ചു തരാം ഗൈസ്. അമ്മ അതെന്തോന്നു ഒരാൾ അവിടെ ഇരിക്കണത്? അതായത് നിന്നെ പണ്ടേ പറഞ്ഞിട്ടില്ല, ഇവള് എവിടെ പോയിരുന്ന അവള് കൂടെ ഒരു പാവമാണ്. ആണല്ലേ? ഞാൻ പാവ അല്ലാത്തതുകൊണ്ട് എന്നെ മാറ്റി എടുത്തിട്ട് അവിടെ പാവ. അമ്മ പാവയെ കൊണ്ടുപോണത് സൂക്ഷിച്ചു വെക്കല്ലോ. അത് എന്നാണ് എന്തോ ഞാൻ കൊണ്ടുവന്നത്? എവിടെന്നോ കിട്ടി, അങ്ങനെ എനിക്ക് കൊണ്ട് തന്നു. ഞാൻ കാര്യമായിട്ട് ഇവിടെ വെച്ചു. ഒരു റിമാർക്കബിൾ ഡിഫറൻസ് നിനക്കിനകത്ത് ഫീൽ ചെയ്യുന്ന പറയുന്നത് നമ്മൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ഈ ഉള്ള സാധനങ്ങൾ നമ്മൾ അടുക്കി പറക്കി വെച്ചു, വൃത്തിയാക്കി. ഇതിൽ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ അലമാരയുടെ മുകളിൽ ഈ കണ്ണി കാണുന്ന സാധനങ്ങൾ മുഴുവൻ കൊണ്ടുവയ്ക്കുമായിരുന്നു. അതിനെ ഒഴിവാക്കി നമ്മൾ. അത് ഒഴിവാക്കിയപ്പോഴാണ് ഒരു ഓപ്പൺനെസ് വന്നല്ലേ. നമുക്ക് കഞ്ചക്ഷൻ ഇല്ല. പിന്നെ എയറിന്റെ സർക്കുലേഷൻ വളരെ ഫ്രീ ആണ്. പിന്നെ കാണാനും ഒരു കൗതുകം ഉണ്ട്, ഒരു രസമുണ്ട്. ആലോചിക്കണം, 100-100 വർഷം പഴക്കമുള്ള ഒരു വീടാണ് നമ്മൾ ഇത് ചെയ്തിരിക്കുന്നത്. അതായത് പഴയ കാലഘട്ടത്തിൽ നേരത്തെ പറഞ്ഞിട്ടില്ലേ, കൂരയ്ക്ക് ഉയരം കുറവുള്ള, അത് നമ്മുടെ പടിപ്പുര ഹൈറ്റ് കാണുന്നത്. ആ സമയത്ത് നമ്മുടെ വീടിന് ഇത്രയും നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു. അതെ, പണ്ടത്തെ ഇവിടത്തെ പ്രമാദമായ വീട് അല്ലേ അമ്മ? അതെ. എന്നിട്ട് ഇവിടെ ഈ അലമാര ഇതും പെയിന്റ് അടിച്ച് ഗൈസ്. പിന്നെ ഇത് പഴയ അലമാര. ഇത് അമ്മയുടെ കല്യാണ സമയത്ത് ഇവിടെ വാങ്ങിയ അലമാരയാണ് അല്ലേ അമ്മ? അമ്മയ്ക്ക് വേണ്ടി വാങ്ങി തന്ന. ഓ, അമ്മയ്ക്ക് വാങ്ങി തന്നതാണല്ലേ. പുതിയതായിട്ട് കല്യാണം കഴിഞ്ഞ് വന്നപ്പോ ഒരു അലമാര, ഒരു കട്ടില്. ഈ മേശ അതിന് വേണ്ടി വാങ്ങിയതാണ്. എനിക്ക് കൊച്ചിൽ ഓർമ്മയുണ്ട്, ഈ മേശക്കകത്താണ് അച്ഛന്റെ മറ്റേ സ്റ്റേപ്ലറും കാര്യങ്ങളും ഒക്കെ ഇട്ടുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇതിന്റെ അകത്തൊന്ന് സ്റ്റേപ്ലർ അടിച്ച് കളിക്കുമായിരുന്നു ഗൈസ്. തീർത്ത് വെച്ചിട്ട് അച്ഛൻ പിന്നെ വാങ്ങിച്ചോണ്ട് വരും. പിന്നെ ഇതിലും വാർണിഷ് അടിച്ച്, പിന്നെ ഇത് തുണി ഇടാനുള്ള ഒരു ചെറിയൊരു ബാസ്ക്കറ്റ്. ഇത് നമ്മുടെ ബൊമ്മ, അതിന് അമ്മ തൊപ്പി വെച്ച് കൊടുത്തതാണ് കേട്ടോ. ഇത് ഞാൻ എത്ര വയസ്സിലച്ചാ? എന്റെ കൊച്ചച്ഛന്റെ കല്യാണം. ഇതന്ന് എനിക്ക് എത്ര വയസ്സ് കാണും? ഓ, അന്ന് നിനക്ക് 6 വയസ്സൊന്നും 5 വയസ്സൊന്നും ആയില്ല. കുഞ്ഞാണ് ഞാൻ. എനിക്ക് ഇത് സ്കൂളിലൊന്നും പോയി തുടങ്ങിയില്ല. അതാണ് അത്. അല്ലമ്മ, അത് വേറെന്തോ ആണ്. ഉണ്ടായിരുന്നു വൈറ്റമിൻ വെയിലൊള്ളിക്കാൻ പറഞ്ഞു. ഓ, അപ്പൊ കറുപ്പ്. ഓക്കെ, ബാ ഞാൻ അടുത്ത അടുക്കള. അമ്മയാണ് അടുക്കള ടൂർ തരേണ്ടത്. കമോൺ അമ്മ. നിങ്ങൾ ഇവിടെ തന്നെ കിടക്കും സുഹൃത്തുക്കളെ. കർട്ടൻ വകച്ചു മാറ്റി നമ്മൾ കയറി കഴിഞ്ഞാൽ അമ്മയുടെ സ്വർഗരാജ്യത്തേക്ക് എത്തുകയാണ്. ഓക്കെ, അവരാണ് ആദ്യം വരുന്നത്. ആണല്ലേ? ഓക്കെ, ഇവിടെ ഫ്രിഡ്ജ് അക്ഷയപാത്രം കണക്കാണച്ചാ. എത്ര വലിയ ഫ്രിഡ്ജ് വാങ്ങിയാലും അതിനകത്ത് എപ്പോഴും സാധനം നിറഞ്ഞിരിക്കും. എല്ലാ വീടുകളിലും അങ്ങനെയാണ്. ആവശ്യമില്ലാത്ത എല്ലാ സാധനങ്ങളും അതിനകത്ത് ഡംപ് ചെയ്യും. അപ്പൊ നമ്മൾ ആ ഏരിയ നോക്കൂല, നോക്കി ശരിയാവൂല. സത്യം. അടുത്ത അമ്മ, ഇവിടെ നമ്മള് വാഷിംഗ് മെഷീൻ പഴയത് കണക്കാണ്. ഇത് ഇവിടെ നമ്മൾ എടുത്ത് മാറ്റും. ഇതിന്റെ ആവശ്യമില്ല നമുക്ക്, കാരണം അതിനും മാത്രം ഐറ്റംസ് ഉണ്ട്. അമ്മ ഇന്നാൾ ഈ മേശയും നമ്മൾ ഇവിടെ നിന്ന് മാറ്റും. അതെ അതെ, ഈ ഒരു സൈസിനുള്ള ഒരു ടേബിൾ ഇടും ഗൈസ്. എന്നിട്ട് ഇപ്പൊ 2 പേർക്ക്, ഇപ്പോഴും 2 പേർക്ക് തന്നെ ഇരിക്കാൻ പറഞ്ഞ, ഇപ്പൊ 2 പേർക്ക് ഇരുന്ന് കഴിക്കാൻ പറഞ്ഞ പാകത്തിന് അവിടെ ആക്കും. ഇതൊക്കെ അമ്മയുടെ സാധനം. റാക്ക് നമ്പർ 1, ഇത് റാക്ക് നമ്പർ 2, റാക്ക് നമ്പർ 3, റാക്ക് നമ്പർ 4, റാക്ക് നമ്പർ 5. അയ്യോ, റാക്കുകളുടെ കമനീയമായ ശേഖരണം. എനിക്ക് പാത്രം കുറവാണ്. ചുമ്മാ ഇതാണോ കുറവ്? ഇന്നാൾ ആരോ കമന്റ് ഇട്ടേക്കണച്ചാ, കാർത്തികേന്റെ അമ്മയുടെ അടുക്കള കണ്ടപ്പോ പാത്രക്കടയിൽ കയറിയവരുണ്ട്. അങ്ങനെ പറയാൻ പറ്റില്ല. വർഷങ്ങൾക്ക് മുൻപ് തേങ്ങ ആട്ടി
ഒഴിച്ചു വെക്കാനാണ് ഈ വലിയ പാത്രം വാങ്ങിയത്. ഇത് ഇത്രയും വാങ്ങിയത്. ഇത് ഇത്രയും. പിന്നെ ഇത് നമ്മള് കഞ്ഞി അഞ്ചിന്റെ കഞ്ഞി വാങ്ങാനാണ് ഇത് വാങ്ങിയത്. ഇത് എന്റേതല്ല, വർഷയ്ക്കുള്ളത്. ഇത് പൊങ്കാലിടാൻ വാങ്ങിയത്. അത് പൊങ്കാലക്കല. ഓക്കെ. ഇത് കാസറോള്, പണ്ടത്തെ കാസറോള്. പിന്നെ ഇത് കെറ്റില്. ഇത് ജോലിക്കാർക്ക് വെള്ളം കൊടുക്കാൻ വാങ്ങിയത്. ഓക്കെ. പിന്നെ ഇത് കാസറോള്. ഇത് നമുക്ക് കല്യാണം അങ്ങനെയൊക്കെ വരുമ്പോഴും കെറ്റില് വെള്ളം ഒഴിക്കാനായിട്ടുള്ള. മിക്കവാറും ഇവിടെ പണിക്കാരുണ്ടാവും. മിക്കവാറും പണിക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് വെള്ളം കൃത്യമായിട്ട് കൊടുക്കണം. അപ്പൊ അതിനൊക്കെ വേണ്ടി നമ്മൾ സൂക്ഷിക്കുന്നതാണ്. ഈ തൂക്കുപാത്രം അവർക്ക് വേണ്ടി വാങ്ങിയത്. ഏത് തൂക്കുപാത്രം? ഇത് പണിക്കാർക്ക് ചായ കൊണ്ടുപോവാൻ. ഇതൊക്കെ എന്റെ ഉണ്ടായിരുന്നു. ഇത് ഒരു ഗ്ലാസ് ചായ കൊടുക്കാനായി. ഒരു ഗ്ലാസ് ചായ ഒരാള് കട്ടനെ കുടിക്കുള്ളൂ. പണിക്കാർക്ക് വേണ്ടി ഒരു പാത്രം വാങ്ങിച്ചാ അല്ല, ഉണ്ടായിരുന്നു, അത് ഉപയോഗിച്ചു. ഇതും ചായ കൊണ്ടുപോവാൻ. ഓക്കെ. പണിക്കാർക്ക് നമ്മളിവിടെ വരുന്ന ജോലിക്കാരെ ആരെയും പണിക്കാരായിട്ടല്ല കാണും, നമ്മുടെ ബന്ധുക്കളായിട്ടാണ് കാണുന്നത്. അതിപ്പോ അവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു. ഓക്കെ. പിന്നെ ഇതൊക്കെ അമ്മയുടെ ഗ്ലാസും കാര്യങ്ങളൊക്കെ അല്ലേ? ഇതായിരിക്കും കണ്ട ആൾക്കാർ എന്താ വിടുന്നത്? അടപ്പുകളാണോ ഇത്? ഇതിന്റെയൊക്കെ പാത്രങ്ങൾ എവിടെ? അപ്പൊ ഇതത്രയും അമ്മയുടെ അടപ്പ് ശേഖരണമാണ് സുഹൃത്തുക്കളെ. അയ്യോ, എന്താ എവിടെ മാറ്റി വെച്ചേക്കണ്? ഓക്കെ. ഇതാണ് അമ്മയുടെ അടുപ്പും ഏരിയയും ഗൈസ്. അല്ല, കുട്ടിയുടെ സംശയം തീർത്തിരുന്നു. വലിയ പാത്രമല്ലേ, 10 കിലോ കൊള്ളുന്നതാണ്. ഏത് 10 കിലോ കൊള്ളുന്നതാണ്? ഇതെല്ലാം 10 കിലോയുടേതാണ്. അത് 10 കിലോ. പ്രധാന കാരണം എന്നറിയാം, നമ്മൾ ഈ മല്ലി, മുളക്, പിന്നെ വേറെ എന്ത് പൊടി, മല്ലി, മുളക്, മഞ്ഞ, അതെല്ലാം മഞ്ഞ 2 കിലോ. അമ്മ തന്നെയാണ് പൊടിക്കുന്നത് ഇതൊക്കെ. ഇതെല്ലാം വാങ്ങിയിട്ട് കഴുകി ഉണക്കി അത് പൊടിച്ചെടുക്കുന്നത്. അല്ലാതെ നമ്മൾ പുറത്തുനിന്നുള്ള പാക്കറ്റിലുള്ള വാങ്ങില്ല. അങ്ങനെ വരുമ്പോൾ എല്ലാം ഒഴിഞ്ഞിരിക്കുകയാണ്. ഇനി പോകുന്നതെന്ന് റെഡിയാക്കി വെക്കണം. അതിനാണ് ഈ ടിന്നുകളെല്ലാം. അതുപോലെ തന്നെ മല്ലി, മുളക്, ചെറുപയറ്, അങ്ങനെയുള്ള എല്ലാം ഇടാനാണ്. ഈ ടിന്നെല്ലാം നിറയും. ഇനി ഇപ്പൊ സമയമില്ലാത്തോണ്ട് എല്ലാം ഒന്നൊതുക്കി അങ്ങനെ വെച്ചേക്കുന്നതാണല്ലേ. അച്ചാർ ഐറ്റംസ് നമ്മളിവിടെ തന്നെ പല ടൈപ്പിലുള്ള അച്ചാർ, മാങ്ങ അച്ചാറ്, നെല്ലിക്ക അച്ചാറ്, പിന്നെ ഭരണി, അത് ഉപ്പിടാൻ. ഉപ്പ് ഭരണിക്കകത്താണല്ലോ ഇട്ട് വെച്ചേക്കുന്നത്. പുളി ഭരണിക്കകത്താണ് ഇടുന്നത്. അതെല്ലാം അടിയിലുണ്ട്. അതൊക്കെ അവിടെ ഇരിക്കും. ഇതൊക്കെ ഭരണികളാണ് സുഹൃത്തുക്കളെ അതിന് വേണ്ടിയിട്ടുള്ള. അടിയിലുണ്ട്, അതൊക്കെ അവിടെ ഇരിക്കും. അവിടെയൊക്കെ ഉണ്ട് ഇതൊക്കെ. ഈ പഴയ കാലഘട്ടത്തിലെ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടതാണ്. അത് പണ്ടേ എനിക്ക് ഇഷ്ടമുള്ള ഒന്നാണ്. എന്തോ ഭരണിയാ? ഭരണി. ഇത് കല്ലുപ്പ്, ഇത് പൊടിയുപ്പ്, ഇത് അത്യാവശ്യത്തിന് എടുക്കാൻ പൊടിയുപ്പ്. അപ്പൊ അതെല്ലാം ഇത് കത്തി ഇതെല്ലാം കോമഡി എന്ന് പറഞ്ഞാലേ ഗൈസ്, എന്തെങ്കിലും തിന്നാനായിട്ട് ഞാൻ വന്നിരിക്കുമ്പോ ഇവിടെ ഒരു പാത്രവും കാണൂല. അല്ല, സത്യമല്ലേ അമ്മ? ചില സമയം അരമണിക്കൂറൊക്കെ ഇരുന്നായിരിക്കും ഒരു പാത്രം തപ്പുന്നത്. പിന്നെ പുളി കുപ്പിയിലേ ഇടാവൂ. പുളി കുപ്പിയിലേ ഇടാവൂ. പിന്നെ ഭരണി അല്ലെങ്കിൽ അത് കാണിച്ചാ പുളി കുപ്പി, ചില്ലുകുപ്പി. അതൊന്നും ഹോർലിക്സിന്റെതാ അല്ലേ? ഓക്കെ. കോംപ്ലാന്റെ കുപ്പിക്കകത്ത്. പിന്നെ അതുപോലെ തന്നെ ഭരണിയിലെല്ലാം പുളി സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇത് മറ്റേ ചൂടുവെള്ളം കുടിക്കാനായിട്ടുള്ള ഫ്ലാസ്കുകൾ. ഇത് വെള്ളം കുടിക്കാനായിട്ടുള്ള ഇത് ജഗ്. പിന്നെ കലമെല്ലാം എനിക്ക് വെള്ളം തിളപ്പിക്കാനാണ്. തിളപ്പിച്ച് തണുപ്പിച്ചാൽ വീടിന്റെ പഴക്കമോ വീടിന്റെ വലിപ്പമോ അല്ല നമ്മൾ നോക്കുന്നത്. നമുക്ക് സൗകര്യമാണ്, കാര്യങ്ങൾ കൺവീനിയൻസ് സൗകര്യമാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെ സൗകര്യങ്ങളുണ്ട് നമുക്ക് എല്ലാ സൗകര്യങ്ങളും. അതാണ് പ്രാധാന്യം കൊടുത്തിരുന്നത്. ശരിയാണ്. വീട് വെക്കുമ്പോഴും അത് തന്നെയാണ്. പുതിയ വീട് വെക്കുമ്പോഴും നമ്മുടെ സൗകര്യങ്ങൾക്കാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. അടുക്കളയിൽ നിന്നുകൊണ്ട് എല്ലാം ഇങ്ങനെ എല്ലാം അടുത്ത് വെച്ചിട്ടുണ്ട്. എടുക്കാൻ സൗകര്യം, ഒരു കറക്കം. പിന്നെ വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ്, അപ്പൊ എല്ലാം അടുത്തടുത്ത് ഇടുക. എല്ലാം പുതിയ വീട്ടിലോട്ട് പോകുമ്പോ അമ്മ എന്ത് ചെയ്യും? അമ്മ പറന്നു നിൽക്കൂ? അല്ല, ഇതുപോലെയാണ് ഓപ്പൺ കിച്ചൺ എന്ന് പറഞ്ഞാൽ എന്റെ ആദ്യ രൂപമാണ് ഈ കാണുന്നത്. ഓക്കെ. പഴയ പണ്ടത്തെ രൂപം അല്ലേ? ഓക്കെ, സെറ്റ്. ഇത് എനിക്ക് മറ്റേ ഗിഫ്റ്റ് കിട്ടിയ എയർ ഫ്രയർ ആണ് സുഹൃത്തുക്കൾ. ഇത് ഉപയോഗിക്കാറുണ്ടോ അമ്മ? വർഷം ഒന്ന് പഠിപ്പിച്ചു തരണേ കണ്ടല്ലേ. ടേസ്റ്റ് ഒരു സുഖമല്ല കേട്ടോ. എയർ ഫ്രയറാ? അത് എണ്ണ ഉപയോഗിക്കാത്ത തന്നെയാണ്. ടേസ്റ്റ് ഒക്കെ വേണ്ടേ? കൊളസ്ട്രോൾ വരാത്ത രീതിയിലുള്ള ടേസ്റ്റ് നമുക്ക് സ്വീകരിക്കാം. ഓക്കെ. അപ്പൊ ഇതാണ് അമ്മയുടെ അടുക്കള ടൂർ അല്ലേ? ഇത്രയല്ലേ ഉള്ളൂ? ഇനി ഒന്നുമില്ലല്ലോ കാണിച്ചു. നിന്റെ സാധനങ്ങൾ കൊണ്ട് ഡംപ് ചെയ്തേക്കുന്നത് കാണാം. അതുകൂടെ കാണിച്ചു. എനിക്കാണ് സുഹൃത്തുക്കളെ ബേസിക്കലി ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ ഉള്ളത്. അതും നിങ്ങൾ
എല്ലാരും അയച്ചു തരുന്നതാണ് അതിനകത്ത് ഭൂരിഭാഗം സാധനങ്ങൾ. കുറച്ച് നമ്മളെ മറ്റേ വീട്ടിലേക്ക് കൊണ്ടുപോയി. കുറച്ച് ഓക്കെ, നമ്മൾ അപ്പുറത്തൊരു വീട് എടുത്തിട്ടുണ്ട് കേസ് സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിട്ട്. ഇവിടെ ഉണ്ടായിരുന്നത് എല്ലാം എടുത്ത്. ഇതെല്ലാം നിന്റെ കാറിനകത്തിരുന്ന സാധനങ്ങളാണ്. ഇത് കാറിനകത്തിരുന്ന മാത്രമാണോ ഇത്രയും നിന്റെ കാറിനകത്തിരുന്ന സാധനങ്ങൾ? ഗൈസ് എന്റെ കാർ ഞാൻ പറഞ്ഞില്ല എന്റെ സെക്കൻഡ് ഹോം ആണെന്ന്. അതാണ് ഇതെല്ലാം. ബീൻ ബാഗ് അല്ല, ബാക്കി സാധനങ്ങൾ ബാക്കിയല്ല. ഓക്കെ, എന്നിട്ട് നമ്മുടെ എന്റെ റൂമിനകത്തിരുന്ന സാധനങ്ങളെല്ലാം കൂടെ ഈ ഒരു റൂം നിറച്ചും എന്റെ ആ റൂമിനകത്തിരുന്ന സാധനങ്ങളാണ്. ഇനി ഇതൊന്നും അതിനകത്ത് കാണില്ല. എന്താ വെച്ചാൽ ഇനി ഇതൊന്നും അതിനകത്ത് കേട്ടില്ല അല്ലേ? ഇവിടുന്ന് ആ റൂമിലേക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി ഇവിടെ തന്നെ കീപ്പ് ചെയ്യും. ഓ ഓക്കെ. അപ്പോ അത് ചുരുക്കത്തില് ഈ കട്ടിലും മേശയും അലമാരയും ഒക്കെ ഇതൊക്കെ പഴയ കാലഘട്ടത്തിലുള്ള പിന്നെ ഫർണിച്ചേഴ്സ് ആണ്. അത് നോക്കുക, അതിന്റെ കരവിരുത് നോക്കുക, അതൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഇത് പണ്ടത്തെ അലമാരയാണ് കേട്ടോ. അച്ഛനും കൊച്ചച്ഛനും വല്യച്ഛനും ഒക്കെ പഠിച്ച ബുക്സ് എല്ലാം ഇതിന്റെ അകത്താണ് സ്റ്റോർ ചെയ്തേക്കുന്നത് അല്ലേ? അതെ, ഒന്ന് തുറന്നു നോക്കിക്കോ. എങ്ങനെ വെച്ചാ അങ്ങോട്ട് പോണത്? ഞാൻ ഇത് പിടിച്ചേ, ഞാൻ പോവാ. അതിനിങ്ങോട്ട് കുറച്ച് ഫ്രണ്ടിലേക്ക് പുഷ് ചെയ്ത് വെക്ക്. ഇതിനെ പുഷ് ചെയ്ത് വെക്ക്. അതിനെ തുറന്നു നോക്കി. അച്ഛൻ പഠിച്ച എഞ്ചിനീയറിംഗും പഠിച്ച പുസ്തകങ്ങളാണ്. ഇത് അച്ഛനും വല്യച്ഛനും കൊച്ചച്ഛനും ഇല്ലേ? കൊച്ചച്ഛന്റെ വല്യച്ഛന്റെ ഒക്കെ അവിടെ കൊണ്ടുപോയോ? അപ്പൊ ഇതിപ്പം അച്ഛൻ മാത്രം പഠിച്ച ബുക്കുകളാണ് ഗൈസ് ഇതിന്റെ അകത്ത് ഇരിക്കുന്നത്. അത്രയും BSc ഫിസിക്സിന് പഠിപ്പിച്ചപ്പോഴോ? പഠിച്ചപ്പോഴുള്ള അച്ഛൻ ആദ്യം പ്രീ ഡിഗ്രി കഴിഞ്ഞ് BSc ഫിസിക്സ് എടുത്തു. അത് കഴിഞ്ഞ് എഞ്ചിനീയറിംഗ് CET-യില് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എടുത്തു. MBA ഇൻ മാർക്കറ്റിംഗ് ആൻഡ് ഫൈനാൻസ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അച്ഛൻ എത്രയോ വർഷം കേരള ഓട്ടോമൊബൈൽസിൽ ഗവൺമെന്റ് എഞ്ചിനീയർ ആയിട്ടിരുന്നു അല്ലേ? എത്ര വർഷം? 28 വർഷം ഗവൺമെന്റ് ജോലി ചെയ്ത ഒരു മനുഷ്യനാണെന്ന് ഓർക്കണം സുഹൃത്തുക്കളെ. എന്താ അല്ല, അത് ഒരു വലിയ കാലഘട്ടമല്ലേ അമ്മ. എന്റെ ഓൾമോസ്റ്റ് എന്നെക്കാളും ഒരു 3 വർഷം കുറവ് എന്റെ പ്രായത്തിനേക്കാളും. ഇത്രയും ഒരു കമ്പനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഹയർ എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ്. ഇതൊക്കെ പഴയ ബുക്കുകൾ കേട്ടോ. അയ്യോ, ഇതൊക്കെ പൊടിയായിരിക്കും എന്തോ. ഇതൊക്കെ പഴയ ബുക്കുകളാണ്. ഇതൊക്കെ പഠിച്ചിട്ടുണ്ടല്ലേ ചാ? അങ്ങനെ ഇത് കംപ്ലീറ്റ് മനോരമ ഇയർ ബുക്ക് 1996. സൊള്ളേ പൊളി എന്ന് പറഞ്ഞാൽ അയ്യോ, അത് പണ്ട ജാമ്പവാന്റെ കാലത്തുള്ള ബുക്ക്. ഐ മീൻ ജാമ്പവാന്റെ അല്ല, എന്നാലും ഇപ്പൊ ഈ മനോരമയിലാണ് ഞാൻ വർക്ക് ചെയ്യണത്. ആലോചിച്ച് നോക്കിയേ അല്ലേ? എത്യോപ്യ. ഓക്കെ, ഇതൊക്കെ എടുക്കും. ഇത് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ നിങ്ങൾ പറ ഗൈസ്, നമുക്കത് സെപ്പറേറ്റ് ഒരു ദിവസമായിട്ട് തന്നെ ഇരിക്കേണ്ടി വരും. ഇതൊക്കെ പൊടിഞ്ഞു പോണച്ചാ. തൽക്കാലം ഇതിന്റെ അകത്തോട്ട് തിരികെ വെക്കാം ഗൈസ്. എന്താ? തെർമോഡൈനാമിക്സ് ആണ് അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ളത്. ഹീറ്റ് എഞ്ചിനീയറിംഗും തെർമോഡൈനാമിക്സും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റായിരുന്നു. അതിനെക്കുറിച്ച് വിശദമായിട്ട് ഹീറ്റ് എനിക്ക് തെർമോഡൈനാമിക്സ് എന്തെന്ന് പോലും അറിഞ്ഞൂടാ. അച്ഛൻ ഇറങ്ങും എന്നെ നാണം കെടുത്താതെ. ഇപ്പൊ ആൾക്കാർ പറഞ്ഞു കൊടുക്കും എപ്പോഴോ. എനിക്ക് അറിഞ്ഞൂടാ ഗൈസ്. ഓക്കെ, ഏതലമാരക്കത്തുള്ള ഇതൊക്കെ എന്റെ പുസ്തകങ്ങളാണ് ഗൈസ്. കണ്ടോ, വൺ പീസ് ഇരിക്കുന്ന കണ്ടാ? എന്റെ ഭാവിയില് എന്റെ അതെ ഇതൊക്കെ അടുക്കി വെച്ചിട്ട് പിന്നെ ഒരു ദിവസം കാണിച്ചിട്ട് ബേസിക്കലി ഈ റൂം ഫുൾ അലങ്കോലമായിട്ട് ഇരിക്കുകയാണ്. അലങ്കോലമായിട്ടൊന്നുമില്ല, അടുക്കി വെച്ചൊക്കെയാണ്, പക്ഷെ ഓർഡറിലായില്ലെന്നേ. അതല്ലേ അലങ്കോലം? അതെങ്ങനെ അല്ലേ? അലങ്കോലം എന്ന് പറയുമ്പോൾ വാരി ചെതറിയിട്ടൊക്കെ. ഓക്കെ, അപ്പൊ ചെതറിയിട്ടില്ല ഗൈസ്. ഇങ്ങനെ ഓരോ ബണ്ടിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷെ വെച്ചാൽ ഭയങ്കര രസം കേട്ടോ. ഒരു പുതിയ പെയിന്റ് ഒക്കെ അടിച്ചപ്പോഴത്തേക്ക് ഒരു പുതുസ വന്ന ഫീൽ ഗൈസ്. അപ്പോൾ അത് സെറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ പുറത്തൊന്നും പോകുന്നില്ല ഗൈസ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് ഈ അപ്ഡേറ്റ് മാത്രം കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇന്നിനി ഞാൻ രാത്രി ആക്ച്വലി 10 മണിക്ക് കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ ഒരു 5 മണിക്ക് എഴുന്നേൽക്കുമ്പോൾ എൻ്റെ ഉറക്കത്തിൻ്റെ ഷെഡ്യൂൾ കംപ്ലീറ്റ് സെറ്റാവും. പിന്നെ എനിക്ക് സമാധാനമുണ്ട്. നാളെ രാവിലത്തെ വർക്കൗട്ട് അച്ചു എനിക്ക് സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട്. അപ്പോൾ ഇനി നാളെ കാണാം ഗൈസ്. അല്ലേ ചാ? ടാറ്റ കൊടുക്കും. ഒരു മെസ്സേജ് തരാനുള്ളത്, നമുക്കുള്ളത് എന്തായാലും അത് അടുക്കും ചിട്ടയോടും കൂടി വെക്കുക. അതെ, അതിനതിൻ്റെതായ ഒരു ഭംഗിയുണ്ടാവും. ഓക്കെ, നേരത്തെ ചെയ്യാതെ എന്തുകൊണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ പലവിധ അവിടുത്തെ വർക്കും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇനിയിപ്പോൾ നിന്റെ കല്യാണം വരെയല്ലേ, ഒരു പുതിയ പെൺകുട്ടി കൂടെ വരെയല്ലേ. അപ്പോൾ അവൾക്കും ഒരു പ്രാധാന്യം കൊടുക്കണം കേട്ടോ. ആ പ്രാധാന്യത്തിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങളിതെല്ലാം
സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നിന്റെ റൂമും അതെല്ലാം ശരിയായി വരുമ്പോൾ അന്ന് ഒരു ഹോം ടൂർ കൊടുക്കുക. അതെ, അത് അടിപൊളിയായിട്ട് കൊടുക്കാം നമുക്ക്, ഫുൾ അറേഞ്ച് ചെയ്തിട്ട് കേസ്. അത് നല്ല രസമായിരിക്കും കേട്ടോ. എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും കാണൂല, എന്നാലും ഉള്ള വ്യത്യാസങ്ങൾ ഹൃദയത്തോട് വളരെ ചേർന്ന വ്യത്യാസങ്ങളാണ്. ഞാൻ ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ടുള്ള കുറച്ച് ചേഞ്ചസ് ആണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ എന്തായാലും അത് നിങ്ങൾക്ക് ഉടനെ കാണിച്ചു തരാവുന്നതായിരിക്കും. അപ്പൊ അമ്മ, അതെ, പഴമയിലൊരു പുതുമക്കിളി പാടി അന്നേരം ഒരു സുന്ദരി പാടി. ടാറ്റ കൊടുക്കൂ. ടാറ്റാ.